കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ വികസന നയരേഖ പൊള്ളത്തരമെന്ന് BJP. 10 വർഷത്തെ മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളിലാണ് പ്രേമചന്ദ്രൻ അവകാശവാദം ഉന്നയിക്കുന്നതെന്നും BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബിബി ഗോപകുമാർ പറഞ്ഞു. 10 വർഷത്തെ കാലയളവിൽ താൻ കൊണ്ടുവന്ന വികസന നേട്ടങ്ങൾ എന്ന നിലയിൽ കൊല്ലത്തെ സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസം വികസന നയരേഖ പുറത്തിറക്കിയിരുന്നു. പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി BJP കൊല്ലം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത്. കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസന നേട്ടങ്ങളാണ് പ്രേമചന്ദ്രൻ തന്റെ വികസന നയരേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വിമർശനം. കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങളാണ് പ്രേമചന്ദ്രൻ കാണിച്ചിട്ടുള്ളത്. MP ഫണ്ട് ഒഴികെ ബാക്കി ഏത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ദേശീയ അടിസ്ഥാനത്തിൽ ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനമായാലും നാഷണൽ ഹൈവേയുടെ വികസനമായാലും അതൊക്കെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഭാരതത്തിലാകെ മോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും സ്വന്തം അക്കൗണ്ടിൽ കൊണ്ടുവരാനുള്ള NK പ്രേമചന്ദ്രന്റെ ശ്രമം ബാലിശമാണെന്നും BJP വിമർശിക്കുന്നു. അത് റെയിൽവേ സ്റ്റേഷന്റെ വികസനമായാലും നാഷണൽ ഹൈവേയുടെ വികസനമായാലും ഒക്കെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നേട്ടങ്ങൾ അതെങ്ങനെയാ പ്രേമചന്ദ്രന്റെ അക്കൗണ്ടിൽ വരിക? അത് മോദിജി സർക്കാരിന്റെ അക്കൗണ്ടിൽ വരേണ്ടതാണ്. പത്രികാ സമർപ്പണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് കൊല്ലത്തെ 3 സ്ഥാനാർത്ഥികളും. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിക്ക് മണ്ഡലത്തിൽ ലഭിക്കുന്ന വലിയ സ്വീകാര്യത കൊല്ലത്ത് ത്രികോണ മത്സരത്തിനും കളമൊരുക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം.